കടൽക്ഷോഭത്തിനെതിരെ പ്രതിഷേധിച്ചവരെ പരിഹസിച്ച മന്ത്രി സജി ചെറിയാനെതിരെ കൊച്ചിയിലെ തീരദേശവാസികൾ രംഗത്ത് വന്നു. തെറ്റായ നിർമ്മാണ പ്രവർത്തികളാണ് കടൽ കയറാൻ കാരണമെന്ന് ചെല്ലാനം ജനകീയ സമിതി ജനറൽ കൺവീനർ VT സെബാസ്റ്റ്യൻ പറയുന്നു. പരാമർശം മന്ത്രി പിൻവലിക്കണമെന്നും ജനകീയ സമിതി ആവശ്യപ്പെട്ടു. കടലുള്ള ഇടങ്ങളിൽ കടൽ കയറുമെന്നും അളിയാ കയറരുത് എന്ന് പറഞ്ഞാൽ കയറാതിരിക്കുമോ എന്നുമായിരുന്നു മന്ത്രിയുടെ പരിഹാസം. കടലിനോട് നമ്മൾ കാണിക്കുന്ന എന്തെങ്കിലും നിർമ്മാണ പ്രവൃത്തികളോ കടന്നുകയറ്റമോ ആണ് മനുഷ്യർ കാണിക്കുന്ന കടന്നുകയറ്റമാണ് കടലാക്രമണമായി പ്രതിഫലിക്കുന്നത്. അതിന് ഉചിതമായ പ്രതിവിധികളാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാതെ കുറേ കാശ് കൊണ്ടുവന്നിട്ട് അല്ലെ പുനർഗേഹം എന്നും പറഞ്ഞ് ഈ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ഈ തീരത്തുനിന്ന് ഒഴിവാക്കുന്നതല്ല വികസനം. അതിന് പകരം കടലുണ്ടെങ്കിൽ കടൽ കയറുമെന്നൊക്കെ പറയുന്നത് ശരിയുള്ള ഇതല്ല. മന്ത്രി അത് തിരുത്തണം. കൊച്ചിയിൽ നിന്നും ആൻമരിയ സണ്ണി തത്സമയം ചേരുകയാണ്. ആൻമരിയ, കടലിനോട് അളിയാ കയറല്ലേ എന്ന് പറഞ്ഞാൽ കടൽ കയറത്തില്ലെന്ന് അങ്ങനെ പറഞ്ഞോ മന്ത്രി ശരിക്കും? തീർച്ചയായിട്ടും ഇന്നലെ ആലപ്പുഴയിൽ നടന്ന ഒരു പരിപാടിയിലാണ് വേദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക പ്രസംഗത്തിനിടയിൽ മന്ത്രി ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. മന്ത്രി പറയുന്നത് ഇങ്ങനെയാണ്: കടൽ എല്ലാ ഇടങ്ങളിലും ഉണ്ട്, അവിടെയെല്ലാം കടൽ കയറും. രാവിലെ നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ട് കൈ കാണിച്ചുകൊണ്ട് അളിയ കയറരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടൽ കയറാതിരിക്കുമോ എന്നാണ് മന്ത്രിയുടെ ഒരു പരിഹാസം ഇന്നലെ ഉണ്ടായിരുന്നത്. അത് മന്ത്രി പറയാനിടയായ ഒരു കാരണം, കഴിഞ്ഞ ദിവസം ചെല്ലാനത്ത് നടന്ന ഒരു പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയെ കരിങ്കൊടി കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് വേദിക്കുള്ളിൽ വന്നിരുന്നാണ് കരിങ്കൊടി കാണിച്ചത്. അത് നമ്മൾ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിച്ചതുമാണ്. ഇതെല്ലാം ഉന്നയിച്ചുകൊണ്ടായിരുന്നു മന്ത്രി ഇന്നലെ ആലപ്പുഴയിൽ ഒരു വേദിയിൽ ഈ പരാമർശം പറയുന്നതും അതിനോടനുബന്ധിച്ച് തന്നെ ഇങ്ങനെ ഒരു പരിഹാസവും വരുന്നത്. എന്തായാലും മന്ത്രിയുടെ ഈ വാക്കുകൾക്കെതിരെ വലിയ തരത്തിലുള്ള ജനരോക്ഷമാണ് തീരദേശവാസികളുടെ ഇടയിൽ നിന്നും വരുന്നത്. മന്ത്രി ആ വാക്കുകൾ പിൻവലിക്കണമെന്നാണ് അവർ പറയുന്നത്. ഈ കടലുള്ള എല്ലാ ഇടങ്ങളിലും ഒന്നും കടൽ കയറില്ല എന്നും അതിന് കൃത്യമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തികൾ നടന്നിട്ടുണ്ട് എങ്കിൽ കടൽ കയറുകയില്ല എന്നും പറയുന്നു. എല്ലാ ഭാഗങ്ങളിലുമൊക്കെ കടൽ കയറിയതായിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നും മന്ത്രിയോട് അവർ ചോദിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് കുറെ പദ്ധതികൾ നടപ്പിലാക്കിയിട്ട് കാര്യമില്ല. തീരദേശവാസികളെ അവിടെ നിന്ന് ഒഴിപ്പിച്ചുകൊണ്ട് മറ്റൊരിടത്തേക്ക് മാറ്റി അത് വികസനമെന്ന് പറയുന്നതിലും അർത്ഥമില്ല. അവരെ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് വികസനമെന്ന് പറയുന്നത്. മന്ത്രി ആ രീതിയിലേക്കാണ് മുന്നോട്ട് പോകേണ്ടത്. കാര്യങ്ങൾ എന്താണെന്നറിയാതെ അത് പഠിക്കാതെ ഈ രീതിയിലുള്ള പരിഹാസങ്ങൾ അത് നടത്താൻ പാടില്ല. അത് മന്ത്രി പിൻവലിക്കണമെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഈ മന്ത്രിക്കെതിരെയുള്ള മന്ത്രിയുടെ ഈ വീഡിയോയും അതോടൊപ്പം തന്നെ മന്ത്രിക്കെതിരെയുള്ള വലിയ തരത്തിലുള്ള ജനരോക്ഷവും നടക്കുന്നുണ്ട്. നാളെ ജല്ലാനം ജനകീയ വേദിയുടെ നേതൃത്വത്തിലുള്ളൊരു ഉപവാസ സമരം നടക്കുന്നുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. പക്ഷേ അത് ടെട്രോപോളുകളുടെ നിർമ്മാണം അത് ഘട്ടം ഘട്ടമായിട്ട് നടത്താതെ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഒറ്റഘട്ടമായിട്ട് നടത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നിരാഹാര സമരം നടക്കുന്നത്. എന്തായാലും മന്ത്രിക്കെതിരെ വലിയ തരത്തിലുള്ള ജനരോക്ഷമാണ് തീരദേശവാസികളുടെ ഇടയിൽ നിന്നും കേൾക്കുന്നത്. താങ്ക് യു ആൻമരിയ സണ്ണി.